കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് റെസിഡ്യൂലായിരുന്നു അല്ലേ? ഐ തിങ്ക് റെസിഡ്യൂ നമ്മൾ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻ്റ് 3 ടൈപ്പായിരുന്നു അല്ലേ? നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് 3ആക്കിയിട്ട് തരംതിരിച്ചു. പോളെന്നും എസെൻഷ്യൽ സിംഗുലർ പോയിൻ്റ് എന്നും റിമൂവബിൾ സിംഗുലർ പോയിൻ്റ് എന്നും അല്ലേ? എന്നിട്ടത് ക്ലാസിഫൈ ചെയ്യുക, അതിൻ്റെ നേച്ചർ ഡിറ്റക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മൂന്നാല് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? പോളാണോ എന്താണോ എന്നുള്ളത് കണ്ടെത്താനുള്ള. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് വരുന്നത് റെസിഡ്യൂസ് ആണ്. അപ്പോൾ റെസിഡ്യൂവിൻ്റെ ഡെഫിനിഷനാണ് ഞാനിവിടെ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. എന്താ പറയുന്നത്? ദ കോഎഫിഷ്യന്റ് ഓഫ് 1/z-z0 ഇൻ ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് സെറ്റ് അബൌട്ട് ആൻ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് സെറ്റ് ഈക്വൽ ടു z0. അപ്പോൾ പതിവ് പോലെ നമുക്കൊരു എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ തരുന്നു. ആ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ലാത്ത പോയിന്റ്, അതാണ് സിംഗുലർ പോയിന്റ് എന്ന് പറഞ്ഞത്, നമ്മൾ കണ്ടെത്തുന്നു. ഓക്കെ അല്ലേ? ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ കറസ്പോണ്ടിങ് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊണ്ടുവന്ന് നമുക്കറിയാം ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ അകത്ത് അനാലിറ്റിക് പാർട്ടും പ്രിൻസിപ്പൽ പാർട്ടും ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഈ പറഞ്ഞ പോലെ Z0 നമുക്ക് അതിനെ വിളിക്കാം. Z0 എന്നുള്ള സിംഗുലർ പോയിന്റിൻ്റെ ബേസിൽ നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊണ്ടുവന്നാൽ അവിടെ നമുക്ക് 1/z-z0 എന്നുള്ള ടേം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റിനെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂ. അപ്പോൾ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യനിൽ അതില്ലാതാവാം, ചില ഫംഗ്ഷനെ ബേസ് ചെയ്തിരിക്കും അത്. ഓക്കെ അല്ലേ? ചിലത് റിമൂവബിൾ വരാം, ചിലത് എസെൻഷ്യൽ വരാം, ചിലത് പോൾ വരാം. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് കാറ്റഗറിയിലും വരാം. അപ്പോൾ ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ 1/z-z0ൻ്റെ കോയിഫിഷ്യൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് റെസിഡ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വേണം എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? യെസ്. ഇനി നമുക്ക് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 പോയിന്റുകൾ ഇതൊക്കെ കാണാൻ പറ്റും അല്ലേ? അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിഡ്യൂ കാണാനുള്ള മറ്റ് ചില ഓൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ ഡെഫിനിഷനാണ് ഈ പറഞ്ഞത്. അതായത് ഏത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വഴി അതിൻ്റെ സിംഗുലർ പോയിന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിഡ്യൂ കണ്ടെത്താൻ പറ്റും. പക്ഷേ എല്ലാ ഫംഗ്ഷനും ഈ പറഞ്ഞ പ്രകാരം ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തന്നെ എളുപ്പമല്ല. ചെയ്യാൻ പറ്റൂല എന്നല്ല, ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നേരിട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അത്തരം കേസുകളിലാണ് ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് കടക്കാതെ തന്നെ നമ്മൾ അതിൻ്റെ റെസിഡ്യൂ കാണുന്ന ഓൾട്ടർനേറ്റീവ്സാണ് ഈ 5 പോയിൻ്റായിട്ട് പറയുന്നത്. അത് നമ്മൾ 5 പോയിൻ്റായിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇഫ് സെറ്റ് ഈക്വൽ ടു Z0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 1. ഓർഡർ 1 മീൻസ് സിമ്പിൾ പോൾ. നമ്മൾ പോളും റെസിഡ്യൂ ഒക്കെ എഴുതുമ്പോൾ പോളും എസെൻഷ്യലൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ പേര്. അപ്പോൾ Z0 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 1 ആണെങ്കിൽ അല്ലെങ്കിൽ സിമ്പിൾ പോൾ ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ റെസിഡ്യൂ കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് Z → Z0 Z-z0ൻ്റെ എഫ് സെറ്റ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ടിലേക്ക് എഴുതിയിരിക്കണം കേട്ടോ. സെക്കൻഡ് റിസൾട്ട് ഇഫ് സെറ്റ് ഈക്വൽ ടു Z0 ഈസ് എ സിമ്പിൾ പോൾ ദാറ്റ് ഈസ് അഗെയിൻ പോൾ ഓഫ് ഓർഡർ 1 വേർ എഫ് സെറ്റ് ഈസ് ഈക്വൽ ടു h of z/g of z. അപ്പോൾ ഞാനതങ്ങനെ റൗണ്ട് ഇട്ട് വെക്കാൻ കാരണം ഫംഗ്ഷൻ എല്ലായ്പ്പോഴും ഒരു a/b ഫോമിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ h of z/g of z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റാഷണൽ ഫോം ആവുകയാണ് അർത്ഥം, a/b ഫോം ആവുക. അപ്പോൾ a/b ഫോമിലാണ് വരുന്നതെങ്കിൽ നമുക്കതിൻ്റെ റെസിഡ്യൂ മേൽ പറഞ്ഞ ഫോർമുല അല്ലാതെയും നമുക്ക് കണ്ടെത്താം. ആദ്യത്തെ 2 റിസൾട്ടും പറയുന്നത് സിമ്പിൾ പോളിൽ അല്ലെങ്കിൽ പോൾ ഓഫ് ഓർഡർ 1ലുള്ള റെസിഡ്യൂ കാണുന്നത് തന്നെയാണ്, 2 വ്യത്യസ്ത വഴിയിലൂടെ മാത്രം. ദാറ്റ് ഈക്വൽ ടു h of z0/g' of z0. ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നില്ല, പകരം ഡെറിവേറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. മൂന്നാമത്തത് ഇഫ് z ഈക്വൽ ടു Z0 ഈസ് എ പോൾ ഓഫ് ഓർഡർ m ദെൻ ഈ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പറാണ്. അപ്പോൾ അവിടെ ഞാൻ ബ്രാക്കറ്റിൽ m > 2 കൊടുത്തിട്ടുണ്ട്. കാരണം പോൾ ഓഫ് ഓർഡർ 1 ആവുന്നതാണ് ആദ്യത്തെ 2 റിസൾട്ട് പറയുന്നത്. അപ്പോൾ 1 അല്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2, 3, 4 എക്സെട്ര അതൊരു ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. 2 തൊട്ട് മുകളിലോട്ടുള്ള വാല്യൂ വന്നു വിചാരിക്കാം. അപ്പോൾ 16ഉം 24 വരില്ല, മാക്സിമം 2, 3, 4 അങ്ങേറ്റം പോയി 5 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് പോളിൻ്റെ ഓർഡർ എങ്കിൽ ആ കേസിൽ റെസിഡ്യൂ കാണാനുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/m-1 ഫാക്ടോറിയൽ ലിമിറ്റ് z → Z0 dm-1/dzm-1 ഇൻറ്റു z-z0 ഹോൾ റൈസ് ടു m f ഓഫ് സെറ്റ്. ഈ dm-1/dzm-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m-1th ഡെറിവേറ്റീവ് എന്നുള്ള മീനിങ് കേട്ടോ. ഈ സാധനത്തിൻ്റെ ഉള്ളിലുള്ള സാധനത്തിൻ്റെ m-1th ഡെറിവേറ്റീവ് കണ്ട ശേഷം അതിൻ്റെ അകത്ത് ലിമിറ്റ് കൊടുക്കുക, ഒപ്പം ഈ 1/m-1 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യുക. അത് പറയുമ്പോൾ കുറേ ഉണ്ടാവും, പക്ഷേ ചെയ്തു വരുമ്പോൾ അതിനത്ര ബുദ്ധിമുട്ടൊന്നും വരില്ല. നാലാമത്തെ പോയിന്റ് ഇഫ് സെറ്റ് ഈക്വൽ ടു Z0 ഈസ് ആൻ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒത്തിരി പറഞ്ഞത് പോളിനെ പറ്റിയാണ്.
രണ്ടാമത്തെ കാറ്റഗറി എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ്. എസെൻഷ്യലിൻ്റെ മീനിങ് ഓർമ്മ ഉണ്ടോ? പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണ് എന്ന് പറയാം. അപ്പോൾ എസെൻഷ്യൽ സിംഗുലാർ പോയിന്റ് ആണ് നമ്മളെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് എങ്കിൽ അവിടെ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ പ്രകാരം എന്താണോ കോയിഫിഷ്യൻ്റ് ഓഫ് 1/z-z0 അതന്നെ. ഓക്കെ, അത് നമ്മൾ ഡെഫിനിഷൻ പറയുന്ന റെസിഡ്യൂടെ. ഇനി അതേസമയം ഇത് റിമൂവബിൾ സിംഗുലാർ പോയിന്റ് ആണെന്നുണ്ടെങ്കിലോ അവിടെ റെസിഡ്യൂ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. സിംപ്ലി ഗീവ് ദ വാല്യൂ 0 ബിക്കോസ് റിമൂവബിൾ സിംഗുലാർ പോയിന്റ് മീനിങ് എന്താണ്? പ്രിൻസിപ്പൽ പാർട്ട് വെൻ ദർ ഈസ് നോ പ്രിൻസിപ്പൽ പാർട്ട് ഇൻ ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ് അല്ലേ. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷനകത്ത് പ്രിൻസിപ്പൽ പാർട്ടിനെ നമുക്ക് കാണാൻ സാധിക്കാത്ത വിധം വരിക, അതാണ് റിമൂവബിൾ സിംഗുലാർ പോയിന്റ്. അവിടെ നമുക്ക് റെസിഡ്യൂ കോയിഫിഷ്യൻ്റ് ഓഫ് എന്ന് പറഞ്ഞ ഒരു പാർട്ടോടെ ഉണ്ടാവില്ല, അവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എന്ന് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ റെസിഡ്യൂസ് അറ്റ് ദ പോൾസ് ഓഫ് f of z is equal to sin 2z divided by z raised to 6 അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ fz is equal to sin 2z divided by z raised to 6 എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യപടിയായിട്ട് എന്ത് ചെക്ക് ചെയ്യണം? ഇതിൻ്റെ സിംഗുലാർ പോയിന്റ്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ചെക്ക് ചെയ്യണം. ഫോർ ദാറ്റ് sin 2z divided by z raised to 6. അപ്പോൾ നമുക്കറിയാം ഇതൊരു a/b ഫോമാണ് അല്ലേ, റാഷണൽ ഫോം. മുകളിൽ sin 2z, താഴെ z raised to 6. ക്ലിയർലി sin 2z അനാലിറ്റിക് ഫംഗ്ഷനാണ്, z raised to 6 അനാലിറ്റിക് ആണ്, അറിയാവുന്ന കാര്യമാണ് നമുക്ക് അല്ലേ. പക്ഷേ ഇതൊരു a/b ഫോം ആയതിനാൽ ഡിനോമിനേറ്ററിൽ 0 വരരുത്, വന്നാലത് അനാലിറ്റിക് ആവില്ല. അപ്പോൾ താഴെ ആരാണ്? z raised to 6 ആണ്, ദാറ്റ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ അനാലിറ്റിക് അല്ലാത്ത പോയിന്റാണ് കണ്ടെത്തുന്നത്, അതാണ് സിംഗുലാർ പോയിന്റ് അല്ലേ. ദിസ് ഇംപ്ലൈസ് z raised to 6 0 ആണെങ്കിൽ z കാണാൻ നിന്നാൽ മതി, ടേക്കിംഗ് 6th റൂട്ട് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ z is equal to 0, 0,0,0,0,6 ടൈംസ് ആണ് ഇതിനർത്ഥം. ഓക്കെ അല്ലേ. അപ്പോൾ z equal to 0. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് റെസിഡ്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ റെസിഡ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മേൽ സൂചിപ്പിച്ച പോലെ ആദ്യം ഇത് ഏത് കാറ്റഗറി ആണെന്ന് തിരിച്ചറിയണം. അതായത് നമുക്കറിയാം സിംഗുലാർ പോയിന്റ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിന്റ് 3 കാറ്റഗറിയിലുണ്ട് പൊതുവെ. പോളുണ്ട്, എസെൻഷ്യൽ ഉണ്ട്, റിമൂവബിൾ ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് റെസിഡ്യൂ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കണ്ടുകഴിയുമ്പോൾ എന്ത് ചെയ്യണം? അതിനാണ്ട് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ അല്ല, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വഴിയാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു പക്ഷേ നേച്ചർ നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ആ എക്സ്പാൻഷൻ വഴി 1/z-z0 കോയിഫിഷ്യൻ്റ് വിളിക്കുന്ന പേരാണ് റെസിഡ്യൂ. നമ്മൾ ഫൈൻഡ് ദ റെസിഡ്യൂ അറ്റ് ദ പോൾസ് എന്നാണ്. പോൾ മീൻ ഇവിടെ പറയുന്നത് ആ സിംഗുലാർ പോയിന്റിൽ ഉണ്ടെന്നുള്ള മീനിങ്ങിലാട്ടോ. ഫൈൻഡ് ഡിറ്റർമിൻ ദ നേച്ചർ ഓഫ് സിംഗുലാരിറ്റി ആൻഡ് ഹെൻസ് ഫൈൻഡ് ദ റെസിഡ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിംഗുലാരിറ്റി ഏതാണെന്നുള്ളത് അവിടെ പറയണം, ഡിഫൈൻ ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ റെസിഡ്യൂ നേരിട്ട് കാണാൻ പറഞ്ഞിട്ട് വേണം. അപ്പോൾ z equal to 0 ആണ് ഇവിടുത്തെ ഒരേ ഒരു സിംഗുലാർ പോയിന്റ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ റെസിഡ്യൂ കാണുക എന്നുള്ളതാണ്. അപ്പോൾ റെസിഡ്യൂ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വഴിയും ചെയ്യാം, അല്ലാതെ നമ്മൊരു ഫോർം എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ അത് വഴിയും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ തരുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഈ സൈനും കോസും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ലോറൻസ് സീരീസ് തന്നെയാണത്. അഥവാ സെഡിലുള്ള പോളിനോമിയൽ ഫോം ഒക്കെയാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കുഴപ്പമില്ല. പക്ഷേ കോംപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്കത് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കേസിൽ നമുക്ക് ബെറ്റർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫോർമുല യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയാനില്ല. മുകളിൽ സൈനാണ്, താഴെ ഒരു z raised to 6 മാത്രമേ ഉള്ളൂ അല്ലേ. സോ ഇവിടെ നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. സോ ഹിയർ fz is equal to, അപ്പോൾ നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എങ്ങനെ കൊണ്ടുവരേണ്ടത്? നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷനും ടൈലറൊക്കെ പഠിച്ച ആൾക്കാരാണ് അല്ലേ. അവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കുക? ആദ്യം എക്സ്പാൻഷൻ്റെ മുന്നേ ഇവിടുത്തെ സിംഗുലാർ പോയിന്റ് ഏതാണെന്ന് നോക്കും. നമുക്ക് അവിടെ ഒരു പോയിന്റ് തരും, എബൌട്ട് z equal to 1, എബൌട്ട് z equal to i, അല്ലെങ്കിൽ മോഡ് z - i. നമ്മളതിനെ ഒരു വാലിഡ് റീജിയൻ തരാറുണ്ടല്ലോ അല്ലേ, റീജിയൻ ഓഫ് കൺവെർജൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ സ്ഥാനത്ത് നമുക്ക് z0 അഥവാ സിംഗുലാർ പോയിന്റ് ഇവിടെ 0 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാൽ മതി, z-z0 എന്ന് പറയുന്ന ആൾ ഈ കേസിൽ z-0, ദാറ്റ് മീൻസ് z. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ടെത്തിക്കുന്ന എക്സ്പാൻഷൻ്റെ അകത്ത് സെഡും സെഡിൻ്റെ പവേഴ്സും, അതായത് z² z³ 1/z എന്നൊക്കെ ആയിട്ട് വേണം ആൻസറിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സെഡിലെ പവേഴ്സോ ഉണ്ടെങ്കിൽ മുകളിലോ താഴെ എവിടെ വെച്ചാൽ അതിന് നമ്മളൊന്നും ചെയ്യണ്ട. അല്ലാത്ത സ്ഥലത്ത് മാത്രമേ എക്സ്പാൻഷൻ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക്
അവൈലബിൾ ആയിട്ടുള്ളത് സൈൻ 2z മുകളിൽ താഴെ z⁻6 ആണ് അല്ലേ. അപ്പോൾ താഴെയുള്ളതിനെ നിങ്ങളൊന്നും ചെയ്യണ്ട, മുകളിൽ മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി. മുകളിൽ താഴെ നമുക്ക് പരിചയമുള്ള ആരാണ്, ദാറ്റ് ഈസ് സൈൻ 2z അല്ലേ. വാട്ട് ഈസ് സൈൻ z? സൈൻ z നമ്മൾ പഠിച്ചതാണ് മെക്ലോറിനിലൊക്കെ, ഓർമ്മ ഉണ്ടാവും. സൈൻ z എന്തായിരുന്നു? സൈൻ z എന്ന് പറഞ്ഞാൽ സൈൻ z എന്ന് പറഞ്ഞാൽ z മൈനസ് z³ / 3 പ്ലസ് z⁵5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് അവർ അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ f(z)ൻ്റെ റിസൾട്ട് പ്രകാരം സൈൻ 2z ആണ് വരുന്നത്. അപ്പോൾ സെറ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ 2z കൊടുത്താൽ മതി. സോ 2z മൈനസ് 2z (3 ഫാക്ടോറിയൽ പ്ലസ് 2z⁵5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ഓൾ ഡിവൈഡഡ് ബൈ z⁻6. ഓക്കെ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, ഈ z⁻6 കൊണ്ട് ഈ ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ. ആ ഡിവിഷൻ അവിടെ കാണിക്കണം, അപ്പോഴേ നമുക്കത് ലോറൻസ് സീരീസ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ z⁻6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്താ സംഭവിക്കുക, ഓരോ ടേമിനെയും ന്യൂമറേറ്ററിലെ 2 അവിടെ തന്നെ നോക്കൂ അല്ലേ. ഒരു സെറ്റും താഴെ മുകളിലായിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ പിന്നെ താഴെ z⁵5 വരും. ശരിയല്ലേ. മൈനസ്, ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലെങ്കിൽ അതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചു തരാം. എന്താ ദാറ്റ് ഈക്വൽ ടു 1/z⁻6 നമുക്ക് ആദ്യം എടുത്തെഴുതാം. ബ്രാക്കറ്റ് 2z മൈനസ് ഇതെന്താ ക്യൂബ് വരിക, 2ൻ്റെ ക്യൂബ് സെറ്റിൻ്റെ ക്യൂബ് അല്ലേ ബൈ 3 ഫാക്ടോറിയൽ. നെക്സ്റ്റ് പ്ലസ് 2⁵5 z⁵5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ദാറ്റ് ഈക്വൽ ടു, ഇനി ഈ z⁻6 കൊണ്ട് ഒരേ ടൈമിനെ ഡിവൈഡ് ചെയ്യാം. സോ വാട്ട് ഹാപ്പൻസ്, ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെറ്റ് മുകളിലും ഒരു സെറ്റ് താഴെയും കട്ട് ചെയ്ത് പോകും. ബാക്കി 2 ഡിവൈഡഡ് ബൈ z⁵5 ആണ് വരിക അല്ലേ. മൈനസ് ഇവിടെ z⁻6 അവിടെ z³ അപ്പോൾ രണ്ട് ഭാഗത്തും ചെറിയ പവറുള്ള കട്ട് ചെയ്ത് പോവാം. z³ കട്ട് ചെയ്ത് പോകും, താഴെ z³ വരും. കറക്റ്റ് അല്ലേ. മുകളിൽ ബാക്കി ആരൊക്കെ ഉണ്ട്, 2³ ഉണ്ട്. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ ബൈ 3 ഫാക്ടോറിയൽ ഓൾറെഡി ഉണ്ട് ഇൻറ്റു, അല്ലെങ്കിൽ താഴെ ഇതിൻ്റെ കൂടെ എഴുതിയാലും മതി, അല്ലെങ്കിൽ ഇൻറ്റു 1/z³. ശരിയല്ലേ. z³ വെട്ടിപ്പോയാൽ ബാക്കി z³ എല്ലാം ഉണ്ടാവും z⁻6 അല്ലെങ്കിൽ 6 3 കുറച്ചാലും മതി 3. നെക്സ്റ്റ് ടൈം പ്ലസ് z⁻6ഉം z⁻5ഉം z⁻5ഉം വെട്ടിപ്പോയാൽ താഴെ സെറ്റ് വരും അല്ലേ. ബാക്കി എന്ത് വരും, 2⁵5 പിന്നെ ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 1/z ഇങ്ങനെ വരുന്നത് അല്ലേ. ഇനി സപ്പോസ് ഒരു പക്ഷേ നിങ്ങൾ അടുത്ത ടേം എഴുതിയെന്ന് വിചാരിക്കാം. സൈൻ സെറ്റിലെ നെക്സ്റ്റ് ടൈം എന്താണ്, മൈനസ് z⁻7/7 ഫാക്ടോറിയൽ എന്നാണ്. ശരിയല്ലേ. മൈനസ് z⁻7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ അടുത്ത ടൈം സപ്പോസ് എഴുതിയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വരും, 2z എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു തന്നത് എഴുതണമെങ്കിൽ എഴുതിയാൽ പറ്റത്തുള്ളൂ ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, 2⁻7 z⁻7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര കാണിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഒരു പക്ഷേ നമ്മൾ എഴുതിയിരുന്നെങ്കിൽ ഇവിടെ ഒരു ടൈം കൂടെ വരും അല്ലേ. മൈനസ് 2⁻7 ബൈ 7 ഫാക്ടോറിയൽ z⁻6ഉം പെട്ടിപ്പോയാൽ മുകളിൽ ഉണ്ടോ. ഇനി അടുത്ത നമുക്ക് മുകളിലാണ് വരിക. അപ്പോൾ സെറ്റ് വന്നു, ഇനി ഓട്ടോമാറ്റിക് അടുത്ത z³ വരും, പിന്നെ z അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ. പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മുടെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈക്വൽ ടു 2/z⁵5 മൈനസ് 8/3 ഫാക്ടോറിയൽ 1/z³ പ്ലസ് 2⁵5/5 ഫാക്ടോറിയൽ ഇൻറ്റു 1/z മൈനസ് 2⁻7/7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അല്ലേ. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇത് 3 ഫാക്ടോറിയലൊക്കെ വേണം നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാം കേട്ടോ. അതാണ് ഇപ്പോൾ എടുത്തെഴുതിയത് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അതാ എന്താ വരിക,
2⁵ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി ഇവിടെ 3 തന്നു കഴിഞ്ഞാൽ 6 ആണ് അല്ലേ? അതേപോലെ അതൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 6 ആണ്, പിന്നെ ഇത് 32 ആണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2 × 3 × 4 × 5 എത്ര വെച്ചാൽ നോക്കിയാൽ മതി. ഇത് 128 ആണ്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മളെ ഡെഫിനിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് റെസിഡ്യൂ ആണ് അല്ലേ? നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ? വാട്ട് ഈസ് റെസിഡ്യൂ ഓഫ് ദിസ് ഫങ്ഷൻ എബൌട്ട് z=0? കറക്റ്റ് അല്ലേ? അപ്പോൾ z=0 ഫംഗ്ഷൻ്റെ റെസിഡ്യൂ ആണ് കണ്ടത്. അതാണ് ഫൈൻഡ് ദ റെസിഡ്യൂസ് അറ്റ് ദ പോൾസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ z=0 ആണ് സിംഗുലർ പോയിന്റ്. സിംഗുലർ പോയിന്റ് എന്നുള്ള മീനിങ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ z=0. യെസ്, നമ്മൾ പറഞ്ഞത് എന്താണ്? 1/z-z0 കോയിഫിഷ്യൻറ്റിനെ നിങ്ങൾ നോക്കുന്നതാണ്. ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ ആണ് എന്ത്? ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എബൌട്ട് z=0. അപ്പോൾ എബൌട്ട് z=z0 ആണെങ്കിലാണ് നമ്മൾ 1/z-z0 കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എബൌട്ട് z=0 ആണെങ്കിലോ നമ്മൾ 1/z എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് ആരുടെ കോയിഫിഷ്യൻ്റ് ആണ്? 1/z. ഈ എക്സ്പാൻഷൻ്റെ അകത്ത് 1/z. അതാരാണ്? ഇതാണ് 1/z. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നടക്കം പറഞ്ഞു. ഓക്കെ അല്ലേ? 32 മൈനസ് ആണെങ്കിൽ -32. ഓക്കെ, അപ്പോൾ 32 വേണമെങ്കിൽ നമുക്കിവിടെ സ്റ്റെപ്പായിട്ട് എഴുതാം. ദാറ്റ് ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് 1/z that equal to 32 divided by 5 factorial. ഇട്ടാലും മതി, അല്ലെങ്കിൽ വാല്യൂ എത്ര എന്നുള്ളത് എഴുതി വെക്കാം. 5 factorial എന്ന് എത്രയാണ്? 1 × 2 × 3 × 4 × 5 4 12 24 120. കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. 120. ഓക്കെ അല്ലേ? ഈ 32 120 ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. 32 120 ചെറുതാക്കിയാൽ 8 കൊണ്ട് ചെറുതാക്കാം. 8 കൊണ്ട് ചെറുതാക്കിയാൽ ഇവിടെ 4 പ്രാവശ്യം 8 120 15 പ്രാവശ്യം അല്ലേ? സോ ആൻസർ 4/15. നമ്മൾ റെഡ്യൂസ് ചെയ്താൽ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. Find the residues at the poles of the following. First question, fz is equal to e⁻1/1 - z. Second question, fz is equal to 9z + i/z³ + z. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം.